ഒടുവിൽ അത് സംഭവിച്ചു ഗൈസ്. അഖിൽ മാരാർ 2020 വിടുകയാണ്. അദ്ദേഹത്തിന്റെ വരുമാനം അങ്ങ് നഷ്ടമായ സ്ഥിതിക്ക് അദ്ദേഹം പുതിയ ബിസിനസ് തുടങ്ങാൻ പോവുകയാണ്. എനിക്ക് വരുമാനം വരുന്നത് അവസാനിച്ചു. ഇന്ത്യയിലേക്ക് പോയതിനു ശേഷം എന്നോട് അത്രയും അടുപ്പമുള്ള എന്നെ മനസ്സിലാക്കുന്ന ആൾക്കാർ എന്നെ വിളിച്ചത് മാറ്റി നിർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പല വരുമാനങ്ങളും അവസാനിച്ചു. പണ്ടിവൻ BJPയെ കുറ്റം പറഞ്ഞ് നടന്ന ഒരുത്തനായിരുന്നു. അന്ന് ഇവന് BJP എന്ന് പറയുമ്പോൾ വെറും ചാണകം. ദേശീയതയെ വിറ്റ് കാശാക്കുന്ന പണിയാണ് BJPക്കുള്ളത്. എന്നാൽ BJPയിലേക്ക് ഇവൻ പോയപ്പോഴോ ഇവൻ ആ ചാണകം ജാമായി മാറി. ഇതാണ് കറക്റ്റ്. എന്തുകൊണ്ടാണ് വൈകിയെന്നാണ് നിങ്ങൾ ചോദിക്കേണ്ടത്. എന്തുകൊണ്ടാണ് ഞാൻ 2020 ചേരാൻ വൈകിയെന്നൊരു ചോദ്യമായിരുന്നു ഒരു പക്ഷേ ചോദിക്കേണ്ടത്. ഇനി അവൻ BJPയിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ ഈ ജാം അവന് ചാണകമായി മാറി. ഇതുപോലെയായിരുന്നു ഇവൻ ബിഗ് ബോസിൽ പോയപ്പോ. അത് തീട്ടക്കുഴി എന്നാണ് ഇവൻ പറഞ്ഞത്. എനിക്ക് ഇതുപോലെ പുച്ഛമുള്ള ഒരു പരിപാടി കേരളത്തിലില്ലായിരുന്നു. ബിഗ് ബോസിൽ പോയതിനു ശേഷം അവൻ പറഞ്ഞു അത് സ്വർണ്ണക്കുഴിയായി മാറിയെന്ന്. ഇന്ത്യയിലെ ഏറ്റവും വലിയ റിയാലിറ്റി ഷോ ആക്കി ബിഗ് ബോസിനെ മാറ്റിയത് ഏഷ്യാനെറ്റിന്റെയും ഈ ബിഗ് ബോസിന്റെയും ഒക്കെ പ്രേക്ഷകരാണ്. അവിടെ നിന്ന് അവൻ ജയിച്ച് സ്വർണവും വാരിക്കൊണ്ട് പുറത്തിറങ്ങിയവൻ വീണ്ടും അത് തീട്ടക്കുഴിയായി മാറി. അങ്ങനെ ഇപ്പൊ മൊത്തത്തിൽ ആളിഞ്ഞ് പറഞ്ഞൊരു തീട്ട പരുവത്തിരിക്കണ്. ഇനി അവൻ ആരെങ്കിലും അതിന് പാർട്ടി ചമക്കുകയാണെങ്കിൽ അവരും നാറും. അണ്ണന് ലേശം ചാണകം എടുക്കട്ടെ? വേണ്ട, ആവശ്യത്തിൽ കൂടുതൽ തലയിൽ തന്നെ ഉണ്ട്. ഇതൊന്നും കണ്ട് അണ്ണൻ തളരരുത്. അണ്ണനെ തളർത്താൻ 1000 പേര് കാണും. അതിൽ 2 പേരാണ് ഞങ്ങൾ.